ഇനിയൊന്ന് നമ്മൾ ചെയ്യാ വെറുതെ ഓരോ കഥയും കേട്ടിട്ടിറങ്ങി. ഞാൻ പറഞ്ഞു ഇനി ഇറങ്ങണ്ടാവും. എനിക്കെല്ലാം നേരം വലിയ താല്പര്യമെല്ലാം ഉണ്ടായിനി. ഇനി അത് എല്ലാം എന്റെ തലയിലിട്ടോ. അജിയല്ലേ അതിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ അടിയാക്കിയാൽ ഈ പ്രശ്നം തീരുവാ. ഇനി നമ്മൾ കൂടുതലും ശ്രദ്ധിക്കണ്ടേ. കുഞ്ഞിന്റെ കാര്യം എങ്ങനെയെങ്കിലും ശരിയാക്കണം. കാര്യമൊന്നുമില്ല, അതിനെന്തൊക്കെ ചെയ്യണം. നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യാനാന്ന്. നിങ്ങൾ ഈ കളിയിൽ കയറി. ഇനി ഇത് പൂർത്തിയാക്കാതെ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല. ആരാത്? ഇങ്ങോട്ട് വന്നേ. ഞാൻ നിങ്ങളെ സഹായിയായി വന്നതാ. സഹായം? ഈ കുഞ്ഞി അല്ലേ? അത് എങ്ങനെ അറിയാം? എനിക്ക് എന്നെ അറിയാം, ഇവരെയും അറിയാം. നിങ്ങൾ എന്തിനു വന്നു എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് വെറും കെട്ടുകഥയല്ല. ക്ലാത്തൻ ഒരു ശക്തിയാണ്. നമ്മളെന്താ ചെയ്യണ്ടേ? പറയാം. അതിനു മുമ്പ് നിങ്ങൾ കണ്ടതെല്ലാം എന്നോട് പറയൂ. ഓക്കെ, നിങ്ങൾ വന്നത് ശരിയായ വഴിയിലൂടെയാണ്. ഇനിയുള്ളത് നിങ്ങൾക്ക് കൂടുതൽ അപകടമുള്ളതാണ്. മേ ബി നിങ്ങളിൽ ഒരാൾ മരിക്കുന്നതായിരിക്കും. എന്തിനാ നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യം? നമുക്കിത് ചെയ്യണ്ട. ഇവൻ പറഞ്ഞ പോലെ ഈ കളിയിൽ കയറിയാ പൂർത്തിയാക്കാതെ തിരിച്ചു പോക്കില്ല. അതെ, എല്ലാം നല്ലതിനു വേണ്ടി. നീ പറയുന്ന നീ ആരാ ശരിക്കും? ഞാൻ ആരിഷ്. ഞാൻ ക്ലാത്തൻ്റെ അവസാന തലമുറയാണ്. അപ്പോ നീ ക്ലാത്തന്റെ ചോരയാണ്. കൂട്ടുകാരെ, ഞാൻ നിങ്ങളെ ഒരിക്കലും ചതിക്കുകയില്ല. എനിക്കും ഈ ശാപം തീർക്കണം. എനിക്കുള്ള സ്വർണം കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ ഈ ശാപത്തിൽ നിന്ന് നമ്മൾ മോചിതരാവൂ. നമ്മളെന്തിനാ ഇതിൽ ഉപയോഗിക്കുന്നേ? ഞാൻ ഒരിക്കലും നിങ്ങളെ ഉപയോഗിക്കുന്നില്ല. ക്ലാത്തൻ്റെ ശക്തിയാണ് നിങ്ങളെ ഉപയോഗിക്കുന്നത്. ഇത് വിശ്വസിക്കാനാവുന്നില്ല. വിശ്വസിക്കുക കൂട്ടുകാരെ. ഈ നാട് നശിപ്പിച്ച ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് ഒളിപ്പിച്ച നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ വസ്തുവാണ് ആ സ്വർണം. അതിന് ആ സ്വർണമെടുത്താൽ ദുഷ്ടന്മാരുടെ സാമ്രാജ്യം നശിക്കും. അങ്ങനെ എല്ലാം ശരിയാകും. ഇല്ലെങ്കിൽ നമ്മുടെ നാട് ഏതെങ്കിലും ചതിയിൽപ്പെടും. ഇനി ഒന്നുമില്ല, ഈ ശാപം നമ്മൾ തീർത്തിരിക്കും എന്തു വന്നാലും. ഒരു ശീലം നോക്കിയേ. ഇതേ കുറിച്ച് തന്നെ നിന്റെ കഴുത്തിലും ഉണ്ടല്ലോ. ഇത് ക്ലാത്ത വംശത്തിൻ്റെ ചിഹ്നമാണ്. ഈ തുണി എന്തിനാ? ഈ തുണി പസിൽ പോലെയാണ്. ഇനി ഒന്നും കൂടി കിട്ടാണ്. ഇനി അതും കിട്ടണ.
എത്തിയ തുണി അങ്ങനെ ആ തുണിയും കിട്ടി. ഇനി സ്വർണം കണ്ടുപിടിക്കാൻ സമയമായി. അറിയാമോ ഏട്ടാ, ഞാൻ കണ്ണോർക്കുമ്പോ വീട് ഉണ്ടായേ ഞാനവിടെ ഒരു വെളിച്ചം കണ്ടിനി. എടാ, വീഡിയോ ഒന്നും ഇല്ലല്ലോ. നമുക്കിത് എടുക്കണ്ടേ? ഇത് ഞാൻ എടുക്കാം. ഇത് തുറക്കുന്നവര് മരിക്കും. അതെ, ഇത് തുറക്കുന്നവർ ഇല്ലാതാവും. അതെനിക്കറിയാം. ഞാൻ തന്നെ ഇത് തുറക്കാം. നിന്റെ അൻവി ഇവൾ ജീവിക്കും, അതെനിക്കറിയാം. ഇതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. താങ്ക് യു കൂട്ടുകാരെ, നിങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കിത് ചെയ്യാൻ സാധിച്ചത്. ആരിഷ എന്റെ ജീവൻ കളഞ്ഞ് നമ്മൾ രക്ഷിച്ചു.